പ്രളയ മുന്നറിയിപ്പിലും രക്ഷാപ്രവർത്തനത്തിലും വീഴ്ചകൾ ഏറെയാണ്. തകർന്ന വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും നന്നാക്കാൻ ഇനിയും കാര്യമായ സഹായമില്ല. സർക്കാർ സംവിധാനം ഫലപ്രദമല്ലെന്ന പരാതി വ്യാപകമാണ്. Hello, how are you? I am under the water. Please help me. Here too much raining. ഏതാണ്ട് ഈ ഒരു ഗുളിയാ തന്നത്. ക്യാമ്പിലേക്ക് നിങ്ങളെ മാറ്റുന്നല്ലാതെ സൗകര്യങ്ങളൊന്നും എന്തോ സൗകര്യങ്ങളാണ്, എന്തോ എന്തിനാ ഇത് എന്തോ ഈ ഗവൺമെന്റ് ഞങ്ങളുണ്ടായിട്ടല്ലേ ഇവര് കയറി പോന്നു. ഇനി ഞങ്ങൾ കണ്ടോളാം. ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. ഞാൻ ആരോ ഏട്ടാ ഇതിനെക്കാട്ടി എന്തോ ഡീസന്റ് ആയിരുന്നു വിജയൻ. മന്ത്രി പറഞ്ഞിട്ട് പോവല്ല, ഇത് ജനപ്രതിനിധികൾ കുറേ ജനപ്രതിനിധികളുടെ മിടുക്കൊണ്ട് കാര്യങ്ങൾ നടന്നുള്ളൂ. അവർ പോയി വെല്ലോറയിൽ നിന്ന് മേടിച്ച് അവർ കൊടുത്താ. ഇത് ഭരണാധികാരികൾ തീർത്തും പരാജയമാണ്. ഈ ക്യാമ്പ് തന്നെ പരാജയമാണ്. ഒന്നാം ഇപ്പോൾ രാവിലെ അവർക്ക് ബാത്റൂമിൽ പോകാൻ വെള്ളമില്ല. ഇതൊക്കെ വെള്ളമൊക്കെ എത്തിച്ചു കൊടുക്കാൻ നിഷ്പ്രയാസമായിട്ട് കഴിയുന്നത്. ഇപ്പൊ തന്നെ അതിൽ BP ക്കുള്ള ഗുളി അത് ഇന്നലെ വൈകിട്ട് പറഞ്ഞു. ഇപ്പൊ കൈവച്ചേക്കോ, കൊടുത്തിട്ടില്ല. ഇതിൽ ഇയാൾക്ക് കൈയുണ്ട്, കൈ മാത്രമല്ല രണ്ട് കാലും തലയും കൂടെ. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളും ഈ ക്യാമ്പിൽ തന്നെ ഉണ്ട്. നമുക്ക് അവരോടും ചോദിക്കാം. ഇവിടാണ് ഹെൽത്തുകാർ, നിങ്ങൾ കണ്ടോണ്ടിരിക്കുകയല്ലേ, ഹെൽത്തുകാരല്ലേ നിൽക്കുന്നത്. കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മേടിച്ചാൽ പോരെ. ഞാൻ വരില്ല. ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്, പഞ്ചായത്തിന്റെ 5 ഉദ്യോഗസ്ഥരുണ്ട്, എല്ലാവരും ഉണ്ട്. ചുമ്മാതെ പറയരുത്, എന്തെങ്കിലും ഉണ്ട് ഞങ്ങളോട് പറയണം. അല്ല അവിടെ ഇവിടെ നടന്ന് ചുമ്മാ കുറ്റം പറയാൻ വേണ്ടി ആണെങ്കിലും പറഞ്ഞിട്ട് കാര്യം. എന്താണ് ബ്രോ, മോഡേണോ? എന്താണ് മോഡേണോന്ന്? ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുത്, എല്ലാവരും പിരിഞ്ഞു പോകണം പ്ലീസ്. BP ഉടൻ മരുന്ന് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നതിൽ അധികൃതരുടെയും പ്രയാസങ്ങൾ മനസ്സിലാക്കണം. കാരണം ഒരു ആളുടെ ഹിസ്റ്ററി അടക്കം അറിയാതെ പെട്ടെന്നൊരു മരുന്ന് കൊടുക്കുക പ്രായോഗികമല്ല. ടെക്നോളജി ഞാൻ പോകുന്നു. ബൈ ബൈ.